ചൈനയുടെ ഗൂഢാലോചനയുടെ ഇരട്ട മുഖങ്ങൾ എന്ന രീതിയിൽ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട്. അതായത് അരുണാചൽ അതിർത്തിയിൽ ബീജിംഗ് രഹസ്യമായി യുദ്ധവിമാനങ്ങൾക്കായി 36 ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഒരു സ്ഥലത്ത് ഇന്ത്യയുമായി കൈതരുമ്പോഴും, അതായത് ഷേക്ക് ഹാൻഡ് തരുമ്പോഴും, മറുസ്ഥലത്ത് ഇന്ത്യയെ തകർക്കാനുള്ള പദ്ധതികൾ ചൈന മെനയുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് മാധ്യമങ്ങൾ വാർത്ത ചെയ്തിരിക്കുന്നത്. ചൈനയുടെ ഇന്ത്യയെ തകർക്കാനുള്ള പദ്ധതി വീണ്ടും തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. ഏറ്റവും പുതിയ നീക്കത്തിൽ തവാങ് പ്രദേശത്ത് നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള അരുണാചൽ പ്രദേശത്ത് അതിർത്തിക്കടുത്തുള്ള നിയന്ത്രണ രേഖയിൽ ചൈന രഹസ്യമായി നടപടികൾക്ക് തയ്യാറെടുക്കുകയാണ്. അതേസമയം ചൈന ഇന്ത്യയുമായും ചർച്ച നടത്തുന്നുണ്ട്. ഇതിനർത്ഥം വായിൽ രാമനെയും അരികിൽ കത്തിയെയും വഹിക്കുക എന്ന തന്ത്രമാണ് ചൈന കളിക്കുന്നത് എന്നാണ്. അതായത് വായിൽ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഭഗവാൻ ശ്രീരാമൻ്റെ പേര് പറയും, എന്നാൽ കയ്യിൽ നമ്മളെ കുത്താനായി കത്തിയും കരുതിയിരിക്കും. ഈ തന്ത്രമാണ് ചൈന കരുതുന്നത് എന്നാണ് പറയുന്നത്. ഇന്ത്യയും ചൈനയും അതിർത്തി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി ചൈനീസ് പ്രതിരോധ മന്ത്രാലയം ബുധനാഴ്ച പറഞ്ഞതായി വാർത്താ ഏജൻസിയായിട്ടുള്ള റോയിട്ടേഴ്സിനെ ഉദ്ധരിച്ച് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൈന ഇന്ത്യ അതിർത്തിയുടെ പടിഞ്ഞാറൻ ഭാഗത്തിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ച് ഇരുപക്ഷവും സജീവവും ആഴത്തിലുള്ളതുമായ ചർച്ചകളാണ് നടത്തുന്നത്. ബന്ധം നിലനിർത്താൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായും ആ സമയത്ത് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതേസമയം ഇപ്പുറത്ത് അരുണാചൽ പ്രദേശിൽ ചൈന 36 യുദ്ധവിമാനങ്ങൾ കൊണ്ടിടാനുള്ള ഷെൽട്ടർ നിർമ്മിക്കുകയാണ് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ഇത് ചൈനയുടെ ഇരട്ട മുഖമാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.